നമ്മളെ ഇതെവിടെയാണോ അല്ലെ സ്ക്രീന്? Good evening, sir. Good evening. Good evening, sir. Good evening, good evening. Good evening. അപ്പൊ നമ്മൾ ഇന്നലെ ഏതൊക്കെ നമ്മള് സംസാരിച്ചത്? ഇന്നലെ നമ്മൾ റൈമിംഗ് വേർഡ്സ് പറഞ്ഞു, റൈമിംഗ് സ്കീം പറഞ്ഞു. റൈമിംഗ് സ്കീമിൽ തന്നെ 6 വരിയുടെയും 4 വരിയുടെയും ഒരു സ്കീം പറഞ്ഞു. ശേഷം നമ്മൾ പറഞ്ഞു 5 വരിയുടെ ഈ ഒരു നിയമം പറഞ്ഞു. ഏത് ABCCB എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്നലെ പിന്നെ ലാസ്റ്റ് അവസാനമായിട്ട് പറഞ്ഞത് ഇന്റേണൽ റൈം ആണ്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്ലാസ് കാണുക കേട്ടോ. നമുക്ക് ഇനി കുറച്ചധികം മൂവ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഫസ്റ്റ് പറയാൻ പോകുന്നത് ഓക്കെ. ഇനി നമുക്ക് റൈമിംഗ് സ്കീമിൽ തന്നെ ഒരു സാധനം കൂടി പഠിക്കാനുണ്ട്. അത് ഈ സ്ലൈഡിൽ ഞാൻ ആഡ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. അത് ഞാൻ പറയുന്നത് ആരാണ് അവിടെ മ്യൂട്ട് ആക്കാതെ വെച്ചിരിക്കുന്നത്? ആ 90 participants. ഇനി നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് പേഴ്സോണിഫിക്കേഷൻ. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. Sorry. ഇനി പേഴ്സോണിഫിക്കേഷൻ വീണ്ടും ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്താല് പിന്നെ അൺമ്യൂട്ട് ആക്കുന്ന ആരാ? ഇനിയാണ് നമുക്ക് പറയാനുള്ളത് പേഴ്സോണിഫിക്കേഷൻ. ശരിക്കും നോക്കിക്കോളെ, പേഴ്സോണിഫിക്കേഷൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കവിതയിലെ ഒരു പോയറ്റിക് ഡിവൈസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതാണ് റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം എന്ന് പറയുന്ന നമ്മളെ പേഴ്സോണിഫിക്കേഷൻ. ആരാണ് അവിടെ വീണ്ടും സംസാരിക്കുന്നത്? ഓക്കെ, പേഴ്സോണിഫിക്കേഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് അതാണ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷനില് സംസാരിക്കരുത്. ആരാണ് അവിടെ സംസാരിക്കുന്നത് ഇങ്ങനെ പിറുപിറുത്തിട്ട്? Good evening, sir. Personification gives human characteristic to non-human things. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. നമ്മള് പോയറ്റിക് ഡിവൈസസ് ആണ് പറയുന്നത്, പോയറ്റിലെ കാര്യമാണ് പറയുന്നത്. ആരാണ് അവിടെ വീണ്ടും? ആരാണിത്? എത്ര വട്ടം മ്യൂട്ട് ചെയ്താലും വീണ്ടും അൺമ്യൂട്ട് ആക്കി വരുന്നത് ആരാ? ഓക്കെ, പേഴ്സോണിഫിക്കേഷൻ. ഇതാരാണ് ഈ സംസാരിക്കുന്നത്? ഈ സംസാരിക്കുന്ന ആളാരാ? നമ്മള് പോയറ്റിക് ഡിവൈസസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു കവിത സെറ്റ് കവിത നമുക്ക് തരും, അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തരും നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള അതിലെ ഒരു ഭാഗമാണ് ഏത്? പേഴ്സോണിഫിക്കേഷൻ. കറക്റ്റ് നോക്കിക്കോളൂ കേട്ടോ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗീവ്സ് യെല്ലോ കളറിൽ എഴുതിയത് മാത്രം ഒന്ന് നോക്കുക. ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് ടു നോൺ ഹ്യൂമൻ തിങ്സ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ക്യാരക്ടർ, ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന ക്യാരക്ടറുകൾ ഉണ്ട്. എന്ന് വെച്ചാല് ഒരു മനുഷ്യൻ ചെയ്യുന്ന ആക്ഷൻസ്,
പ്രവർത്തികൾ. ഈ പ്രവർത്തികളെ ജീവനില്ലാത്ത സാധനങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ആനിമലിന് കൊടുക്കുക. ശ്രദ്ധിച്ചോളിട്ടോ. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളും ആനിമൽ ചെയ്യും, ഒരു മൃഗങ്ങൾ ചെയ്യും, ഒരു മൃഗങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ മൃഗങ്ങൾ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാരും ചെയ്യുന്നുണ്ട്. അതാണ് മൃഗങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ കാരണം. ഇപ്പൊ നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞത് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് ടു നോൺ ഹ്യൂമൻ തിങ് എന്നാ പറഞ്ഞത്. മനുഷ്യനല്ലാത്ത ആളുകൾക്ക് മനുഷ്യന്റെ സ്വഭാവം കൊടുക്കുക. ഇനി അതിനൊരു മലയാളത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കവികളൊക്കെ, മലയാളത്തിലെ കവികള് പെന്നിന് സാധാരണ തൂലിക എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യാറുണ്ട്. തൂലിക ഈ ഇതിനാണ് മറ്റേ പെന്നിന് പറയുന്ന ഒരു വാക്കാണ്, മലയാളത്തിൽ പറയുന്ന വേറൊരു മലയാളത്തിന്റെ വാക്കാണ് തൂലിക. അപ്പോ ഈ കവിതയിലും ചില മലയാളി കവികളൊക്കെ തൂലിക ചലിക്കുന്നു എന്ന് പറയും. എന്നുവെച്ചാല് പെന്ന് ചലിക്കുന്നു. ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇതൊരു പേഴ്സോണിഫിക്കേഷൻ വേർഡാണ്. കാരണം പെണ്ണൊരിക്കലും ചലിക്കില്ല, നമ്മൾ ചലിപ്പിക്കുക ചെയ്യുക. മനുഷ്യന്മാര് പിടിച്ച് ചലിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ പെന്നിന് എന്തില്ല? ഇപ്പൊ നമ്മൾ പറയാണ് ഇപ്പൊ ഒരു ബെഞ്ച് ഒരാൾ ഇങ്ങനെ നീക്കി ഒരു ഭാഗത്തേക്ക്, ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഡെസ്ക്. ഈ ബെഞ്ചിനും ഡെസ്കിനും 4 കാലുണ്ടല്ലോ. അപ്പൊ ആ ബെഞ്ചും ഡെസ്കും ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാ, വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോ ഒരു കവി അതിലേക്ക് കണ്ടിട്ട് നോക്കിയിട്ട് പറയാണ്, ദ ബെഞ്ച് ഈസ് വാക്കിംഗ്. ബെഞ്ച് നടന്നു പോവാണ്. അയാൾ പറയാണ് ബെഞ്ച് നടന്നു പോവാണ്. ഒരിക്കലും ബെഞ്ച് നടന്നു പോവില്ല. ബെഞ്ചിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുക. നമ്മൾ ഒരു മനുഷ്യൻ ഡ്രാഗ് ചെയ്ത് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന സാധനമാണ് ഏത്? ഒരു ബെഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുട്ട് അപ്പ്, നമ്മൾ എന്ത് ചെയ്തു? സോറി, പുട്ട് അപ്പ് എന്ന് പറയുന്നതല്ല, നമ്മൾ എന്ത് ചെയ്തു? അതിനെടുത്തു, ടേക്ക് ഇറ്റ് അപ്പ്. നമ്മൾ അതിന് മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ കൊണ്ടുപോവുക ചെയ്യുന്നത് സാധാരണ. അപ്പോ അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് എന്ത്? ബെഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ അതിന് ജീവനില്ല. ആ ജീവനില്ലാത്ത സാധനത്തിനെ അത് രണ്ടാൾ കൊണ്ടുപോകുമ്പോ നമ്മൾ പറയണത് ദ ബെഞ്ച് ഈസ് വാക്കിംഗ്. കണ്ടോ? അപ്പോ ജീവനില്ലാത്ത സാധനത്തിന് ജീവനുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തി കൊടുക്കുക, ഒരു സ്വഭാവം കൊടുക്കുക. ഇതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഇനിയിപ്പോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഉദാഹരണം കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ കണ്ടോ, the pen danced along the beautiful path in the notebook. നോക്കിക്കോളിട്ടോ, the pen എന്ത് ചെയ്യുന്നുണ്ട്? ഡാൻസ്ഡ്, അവിടെ നൃത്തം കളിക്കുന്നുണ്ട്. എവിടെ പെണ്ണ് നൃത്തം കളിക്കുന്നത്? along the beautiful paths in the notebook. നോട്ട്ബുക്കിലെ മനോഹരമായ വഴികളിലൂടെ. കണ്ടോ, നോട്ട്ബുക്കിലെ മനോഹരമായ വഴി എന്ന് പറയുന്നത് ഈ കവി ഉദ്ദേശിച്ചത് ഈ വരെയുള്ള നോട്ട്ബുക്കാണ്. ആ വരയെ പറയാണ് എന്ത്? ബ്യൂട്ടിഫുൾ പാത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ബ്യൂട്ടിഫുൾ പാത്തിലൂടെ, നോട്ട്ബുക്കിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാത്തിലൂടെ, വഴികളിലൂടെ പെണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? ഡാൻസ് കളിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ പെണ്ണ് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. പെണ്ണ് ഇങ്ങനെ എഴുതുന്നുണ്ട്, പെണ്ണ് റൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് പറഞ്ഞപ്പോ എന്തായി? ദ പെൻ ഡാൻസ്ഡ് അലോങ്. അപ്പൊ ഒരു കവി അയാളുടെ അതാണ് പറഞ്ഞത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ സാധനം എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ കാവ്യ ഭംഗിക്കാണ്. കവിത കുറച്ചൊക്കെ ഭംഗിയിലാണ് എഴുതാൻ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഒരു കവിത എഴുതാൻ ഒരു കഥ പോലെ എഴുതാൻ പറ്റുന്ന സാധനമല്ല കവിത. അപ്പൊ നിങ്ങൾ കവിത വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിലെ കവിത കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരിക്കലും ഒരു കഥയെ പോലെ നിങ്ങൾ ആ കവിത കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളോട് ഏത് ടീച്ചർമാര് കവിത എടുക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന ഒരു വാക്യകാരം, ഇതിനുള്ളിലൊരു മീനിങ് ഉണ്ട്, ഇതിന് ഇന്നർ മീനിങ് ഉണ്ട്, ഇതിനുള്ളിലൊരു അർത്ഥമുണ്ട്, ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതൊരിക്കലും കഥ എടുക്കുന്ന സമയത്ത് ഇത്തരം വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കവിത നിങ്ങളുടെ മുമ്പിൽ അർത്ഥം വെച്ച് തരുന്ന സമയത്ത് ഈ നമ്മുടെ ടീച്ചർമാരൊക്കെ നമ്മളോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരിക്കും, ഇതിന് വേറൊരു മീനിങ് ഉണ്ട്, ഇതിന് വേറൊരു അർത്ഥമുണ്ട്, ഇതിന് ഇങ്ങനെ ഒരു അർത്ഥതലങ്ങളുണ്ട്, ഇതിന്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കവിത എടുക്കുന്ന സമയത്ത് ടീച്ചർമാർ പറയും. എന്തുകൊണ്ടാ? കവിതയുടെ അർത്ഥം അങ്ങനെ പോണത്. കവിതയുടെ അർത്ഥങ്ങൾ അങ്ങനെ പോണത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും ചില കവിതകളുടെയൊക്കെ മീനിങ്. അപ്പോ അങ്ങനത്തെ കവിതകൾ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതികളാണ് പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അതിലത്തെ ഒരു പോയറ്റിക് ഡിവൈസസ് ആണ് നമ്മൾ ഇന്നലെ പഠിച്ച റൈമിംഗ് വേർഡ്സ്, ഇന്ത്യാന റൈം,
അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ പെടുന്ന വേറൊന്നാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോ കവിതക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരിക്കലും ജീവനില്ലാത്ത സാധനത്തിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ജീവനുള്ള ഒരു വസ്തു, ഒരു ജീവനുള്ള ആളുകളുടെ ഒരു സ്വഭാവം കൊടുക്കുക. ഇനി എന്തുകൊണ്ടാണ്, ഇനി അടുത്ത നിങ്ങളുടെ കൺഫ്യൂഷൻ ചിലപ്പോ ആനിമൽ ജീവനുള്ള സാധനമാണല്ലോ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് ഒബ്ജക്റ്റ്. കണ്ടോ, നമ്മൾ എന്ത് പറഞ്ഞു, സച്ച് ആസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ തിങ്സ്, ഒബ്ജക്റ്റിന് എന്തായാലും ജീവൻ ഉണ്ടാവില്ല. അടുത്തത് എന്താണ്, ആനിമൽസ്, ഐഡിയാസ്, നമ്മുടെ ഉദ്ദേശങ്ങൾ, ഓർ കൺസെപ്റ്റ്സ്, അതും തന്നെ നമ്മുടെ ചിന്തകള്. അപ്പോ ഈ ചിന്തകളും ആനിമൽസും ആണ് നമ്മുടെ അടുത്ത ഡൗട്ട്. അപ്പൊ ചിന്തകർക്ക് ഞാൻ ആനിമൽസിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ ഒരിക്കലും ഹ്യൂമൻസ് ചെയ്യുന്ന പരിപാടിയാണ് സംസാരിക്കുക, സ്പീക്കിംഗ് എന്ന് പറയുന്ന പ്രവൃത്തി. അത് ആനിമൽസിനെ, നമ്മുടെ ഒരു പൊതുവേ ഉള്ള ഒരു വിശ്വാസ പ്രകാരം ആനിമൽസ് എന്ത് ചെയ്യില്ല, സംസാരിക്കില്ല. നിങ്ങൾ പറയും തത്തമ്മക്ക് സംസാരിക്കണ്ടല്ലോ എന്നുള്ള ലെവൽക്കൊക്കെ പറയാം. പക്ഷെ ആനിമൽസിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ സയൻസ് പരമായിട്ട് ആനിമൽസ് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, കാർട്ടൂൺസിലല്ല, റിയൽ ആയിട്ടില്ല ആനിമൽസ്. അപ്പൊ നമുക്ക് അവരെന്ത് ചെയ്യാം, ഒരു എലിഫന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈഗറോ ചീറ്റയോ എന്തെങ്കിലും ഒരു ആനിമലിനെ നമ്മൾ പേര് പറഞ്ഞുകൊണ്ട് ദ ടൈഗർ ഈസ് സ്പീക്കിംഗ് അബൌട്ട് ദിസ് തിങ്, ഈ സാധനത്തിനെ കൊണ്ട് ടൈഗർ എന്ത് ചെയ്യാണ്, സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ടെല്ലിങ് അബൌട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ, അപ്പോ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയാണ് സംസാരിക്കുക എന്ന് പറയുന്നത്. അത് ഏത് ക്യാരക്ടറിന് കൊടുക്കുക, ഒരിക്കലും സംസാരിക്കാത്ത ആനിമൽസിന് കൊടുക്കുക. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹ്യൂമൻ ക്യാരക്ടർ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലാത്ത ഏത് വസ്തുവിന് കൊടുത്താലും മനുഷ്യൻ ചെയ്യുന്ന പരിപാടി അത് ഒരിക്കലും അപ്പുറത്തുള്ള ഒരാൾ ചെയ്യാത്തൊരു പരിപാടിയുമായിരിക്കണം. അങ്ങനത്തെ ഒരു പരിപാടി അത് അയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാം. ഇതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഉദാഹരണങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അടുത്ത ഉദാഹരണമാണ്, ദ ട്രീസ് ഡാൻസ്ഡ് പ്ലേഫുള്ളി ഇൻ ദ റെയിൻ. കണ്ടോ, ദ ട്രീ, മരം എന്ത് ചെയ്യാണ്, ഡാൻസ്ഡ്. അവിടെ ഈ മരം എന്ത് ചെയ്യാണ്, ഡാൻസ്, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേഫുള്ളി, നല്ല പ്ലേഫുൾ ആയിട്ട്. പ്ലേഫുള്ളി എന്ന് പറഞ്ഞാല് നല്ല കളിക്കുന്ന, നല്ല രീതിയിൽ തന്നെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. ഇൻ ദ റെയിൻ. കണ്ടോ, അപ്പൊ മഴ പെയ്ത സമയത്ത്, നല്ലോണം മഴ പെയ്യുന്ന, വളരെ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ മരം എപ്പോഴും അങ്ങനെ തന്നെ നിന്നൂന്ന് വരില്ല. ചിലപ്പോ കാറ്റടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടാവും. ചിലപ്പോ മഴയുടെ ശക്തിയിൽ തന്നെ അതിന്റെ ശാഖകളൊക്കെ ഇങ്ങനെ വിടർന്ന് വീണ്ടും വീണ്ടും വിടർന്ന് അങ്ങനൊക്കെ നിൽക്കുന്നുണ്ടാവും. അത് നിങ്ങൾ തന്നെ കാണാം. പക്ഷെ ഒരു കവി, നിങ്ങൾ പറയാണ് ആ മരം ഇങ്ങനെ ആടുന്നുണ്ട് ട്ടോ, ആ മരം ഇപ്പൊ പൊട്ടി വീഴുന്നൊക്കെ നിങ്ങൾ പറയണേ. പക്ഷെ ഒരു കവി അപ്പുറത്ത്, നിങ്ങളുടെ ബാക്കിൽ ഒരു കവി നിൽക്കുന്നുണ്ട്. ആ കവി പറഞ്ഞു എന്ത്, എന്ത് ഭംഗിയായിട്ടാണ് ആ മരം നൃത്തം ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നുണ്ടോ, ആ മരം നൃത്തം ചെയ്യുന്നത് എന്ത് ഭംഗിയായിട്ടാണ് എന്നേക്കാരം ഒരു കവി ഇത് കണ്ടാ പറയാം. ഇതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും, എന്താ കാറ്റ്, ഈ മരൊക്കെ ഇപ്പൊ പൊട്ടി വീഴുന്നാ തോന്നണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന ഒരു കവി എന്ത് പറഞ്ഞു, എന്ത് ഭംഗിയായിട്ടാണ് ഈ മരം എന്ത് ചെയ്യുന്നത്, ഡാൻസ് കളിക്കുന്നത്. അപ്പോ ഇതാണ് കവിതയും സെന്റൻസ്, സാധാ നോർമൽ ആയിട്ടുള്ള കഥകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കുറച്ചുകൂടി രസകരമായിട്ടും ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു കവി യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് പേഴ്സോണിഫിക്കേഷൻ. ഇനി അടുത്ത ഉദാഹരണം, ദ ഫ്ലവേഴ്സ് വേർ ബെഗിങ് ഫോർ വാട്ടർ. കണ്ടോ, ഈ വാടാനായിട്ടുള്ള ഒരു പൂവേക്കാരം, നല്ലോണം വാടാനായിട്ടുള്ള പൂവ്. നമ്മൾ പറയും അതിനൊന്ന് നനച്ചു കൊടുക്ക്, അത് വാടി പോകുന്നുണ്ട്, അതിനൊന്ന് നനച്ചു കൊടുക്കുക നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ബാക്കിൽ അതേ കവി വീണ്ടും നിൽക്കുന്നുണ്ട്. കവി പറഞ്ഞു എന്ത്, ദ ഫ്ലവേഴ്സ് വേർ ബെഗിങ് ഫോർ വാട്ടർ. ആ ഫ്ലവേഴ്സ്, ആ പൂക്കളൊക്കെ വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നു. ഈ യാചിക്കുക എന്നുള്ള പരിപാടി മനുഷ്യൻ ചെയ്യുന്നതാ. യാചിക്കുക, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് യാചിക്കുക, ഭക്ഷണം തരുമോ, അല്ലെങ്കിൽ വെള്ളം തരുമോ, അല്ലെങ്കിൽ പൈസ തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു പരിപാടി എന്തായിരിക്കും, നമ്മളെ ബെഗിങ് ചെയ്യുന്ന പരിപാടി എന്താണ്, മനുഷ്യൻ ചെയ്യുന്ന ഒരു പരിപാടിയാ. ആ മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയെ ഒരിക്കലും ജീവനില്ലാത്ത ഫ്ലവറുമായിട്ട് എന്ത് ചെയ്തു, ലിങ്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു.
അപ്പൊ എന്തായി? ദ ഫ്ലവേഴ്സ് വേർ ബെഗിങ് ഫോർ വാട്ടർ എന്ന് പറഞ്ഞപ്പോ ആ പൂവ് എന്തിനു വേണ്ടിട്ട്? വെള്ളത്തിന് വേണ്ടിട്ട് യാചിക്കുകയാണ്. അപ്പൊ മനസ്സിലായോ? അപ്പോ സംഭവം അവിടെ നടക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനെ എന്ത് ചെയ്തിട്ട് പറഞ്ഞു? നല്ല രസത്തില് ഭയങ്കര കാവ്യാത്മകമായിട്ട് ഒരു കവി എങ്ങനെ പറയുന്നോ ആ രീതിയിൽ പറഞ്ഞു. ഇനിയാണ് അടുത്തത്. അതില് നാലാമത്തെ ഉദാഹരണം. ദ സൺ സ്മൈൽഡ് ടു ഇൻക്രീസ് ദ ഹോട്ട്. കണ്ടോ? ഇന്ന് സൂര്യൻ നല്ലോണം പുഞ്ചിരിച്ചിട്ടുണ്ട്. ഒരാൾ പറയണേ, അപ്പൊ നമ്മള് പറയണേ, നീ എന്താ ചൂട്, സൂര്യന് ചൂട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സൂര്യന് ചൂട് നല്ലോണം കൂടിക്കണല്ലോ, ഇപ്പൊ പൊള്ളു എനിക്ക് എന്നൊക്കെ പറയാണ്. നമ്മുടെ കവി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കവി പറയാണ് എന്ത്? നമ്മൾ അത്രയും ചൂട് അനുഭവിക്കണ നേരത്ത് കവി പറയാണ് എന്ത്? ദ സൺ സ്മൈൽഡ്. സണ്ണ് പുഞ്ചിരിച്ച. സണ്ണിപ്പോ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തിനാ? ടു ഇൻക്രീസ്, അധികരിപ്പിക്കാൻ, ദ ഹോട്ട്, ചൂട് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂര്യൻ ഇങ്ങനെ പുഞ്ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മക്ക് ചിലപ്പോ ആ നേരത്തെ ദേഷ്യം വരും. ഉമ്മാര് വർത്താനൊക്കെ നമ്മൾ അത്രയും ചൂട് നിൽക്കുന്ന നേരത്തൊക്കെ കൊണ്ടാ. പക്ഷെ ഇതൊരു തരം പേഴ്സോണിഫിക്കേഷൻ വേർഡാ. എന്താണ്? സൂര്യൻ പുഞ്ചിരിച്ചു. സൂര്യൻ നല്ല രീതിയിൽ ചൂട് തരുന്നുണ്ട് എന്ന് പറയുന്നത് ഇയാൾ എന്ത് പറഞ്ഞു? സൂര്യൻ പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞു. പുഞ്ചിരി എന്ന് പറയുന്നത് ആര് ചെയ്യുന്നതാ? മനുഷ്യൻ ചെയ്യുന്നതാ. ഒരു മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയാ. ജീവനുള്ള സാധനങ്ങൾ ചെയ്യുന്ന പരിപാടിയാ. എന്ത്? പുഞ്ചിരി എന്ന് പറയുന്നത്. അത് ജീവനില്ലാത്ത സൺ എന്ന് പറയുന്ന, സൂര്യൻ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കൊടുക്കുക. ഇനി അടുത്തതാണ് ദ ക്ലൗഡ് ക്രൈഡ്. കണ്ടോ? ദ ക്ലൗഡ്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടി നോക്കിയും. ദ ക്ലൗഡ്, മേഘം എന്ത് ചെയ്യാണ്? ക്രൈഡ്, കരയാണ്. മേഘങ്ങൾ കരയാണ്. മേഘം കരയാണ്. എന്ത് കരയാണ്? ഡ്രോപ്സ് ഓഫ് വാട്ടർ. ഡ്രോപ്സ്, തുള്ളി ഇട്ടുകൊണ്ട്. എന്ത് തുള്ളി ഇട്ടുകൊണ്ട്? ഓഫ് റെയിൻ ആണ്, സോറി, വാട്ടർ അല്ല, റെയിന്റെ തുള്ളി, മഴത്തുള്ളി ഇട്ടുകൊണ്ട്. നമ്മുടെ സംഭവം ഈ മഴത്തുള്ളി ഇട്ടുകൊണ്ട് ചില മഴ പെയ്യാണ്. മേഘം മൂടി മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയണം നല്ലോണം മൂടിയിട്ടുണ്ട്, ഇനി നല്ലൊരു മഴ ഇപ്പൊ നോക്കാം. അപ്പൊ നമ്മുടെ കവി അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. കവി പറയാണ്, മേഘങ്ങൾ കരയാനായിട്ടുണ്ട്, മേഘങ്ങൾ ഇപ്പൊ കരയും, ഇപ്പൊ മഴ പെയ്യുന്ന അയാൾ പറയാണ്. അപ്പൊ അയാൾ പറയാണ്, ദ ക്ലൗഡ് വിൽ ക്രൈ സൂൺ. ഇതൊന്ന് മാറ്റിയതാട്ടെ, ഈ അവസാനത്തെ ലൈനും ഞാനൊന്ന് മാറ്റിയാണ്. ദ ക്ലൗഡ് വിൽ ക്രൈ സൂൺ എന്ന് പറഞ്ഞു. ക്ലൗഡ് എന്ത് ചെയ്യും? ഇപ്പൊ കരയും. നോക്കി നിന്നോളൂ, ഇപ്പൊ കരയും. നമ്മള് എന്താ പറയുന്നത്? അപ്പുറത്ത് നിൽക്കണ നമ്മള് നാടന്മാരെന്താ പറയണത്? ഇപ്പൊ പെയ്യും എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് കവി അപ്പുറത്ത് നിൽക്കുന്നത്. കവി എന്താ പറയണത്? ദ ക്ലൗഡ് വിൽ ക്രൈ സൂൺ. ക്ലൗഡ് എന്ത് ചെയ്യും? ഇപ്പൊ കരയാൻ ചാൻസ് ഉണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാനേ. അപ്പോ അയാൾ അത് എന്ത് ചെയ്യാണ്? കുറച്ചു കാവ്യാത്മകമായിട്ട് പറയാ. അപ്പോ അങ്ങനത്തെ പോയറ്റിക് ഡിവൈസ്, ഈ കാവ്യാത്മക നല്ലൊരു സുന്ദരമായിട്ട് കവിത എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് പേഴ്സോണിഫിക്കേഷൻ. ഒന്നുകൂടെ പറയാം. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങളെ, ഒരു മനുഷ്യൻ ഇതുവരെ ചെയ്യാത്ത, നമ്മുടെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ആക്ഷനെയും ഒന്നും ജീവനില്ലാത്ത, ഇതുവരെ ഒരു ചലനവും ചെയ്യാത്ത സാധനത്തിന് കൊണ്ടുപോയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ ചലിപ്പിക്കേണ്ട പെണ്ണിനെ ചലിച്ചു എന്ന് പറയാം. നമ്മള് ഇപ്പൊ എന്താ ഒരു ചെയറിനെ നോക്കിയിട്ട് സാധാരണ നമ്മൾ എന്ത് പറയും? അത് ചെയർ, ഈ അവിടെ ഇരിക്കും എന്ന് പറയാം. പക്ഷെ നമ്മൾ തല തിരിച്ച് പറയാം. എന്ത്? ചെയർ എനിക്ക് വേണ്ടിയിട്ട് വന്നു എന്ന് പറയാം. എന്നെ ഇരുത്താൻ വേണ്ടിയിട്ട് ചെയർ വന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മലയാളത്തിൽ പറഞ്ഞാലും അത് ഇംഗ്ലീഷിൽ പറഞ്ഞാലും അതിന് ഒറ്റ വാക്കേ ഉള്ളൂ, പേഴ്സോണിഫിക്കേഷൻ. ഒന്നുകൂടി വായിക്കാണ്. പേഴ്സോണിഫിക്കേഷൻ പേഴ്സോണിഫിക്കേഷൻ നൽകുന്നുണ്ട് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്, മനുഷ്യൻ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ആക്ഷൻസ് ടു ആർക്കാ കൊടുക്കുന്നത്? നോൺ ഹ്യൂമൻ തിങ്സ്, ഒരിക്കലും ജീവനില്ലാത്ത മറ്റു ഒരാൾക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താൽ സച്ചാസ്, ഏതുപോലത്തെ സംഭവം? നോൺ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒബ്ജക്റ്റ്, എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം, ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങളായിരിക്കാം. പിന്നെ ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ്, ഈ ഐഡിയയും കൺസെപ്റ്റ്സും ആണ് ഏത് എന്ന് പറയുന്നത്? ഈ ക്ലൗഡ് ക്രൈഡ്, സണ്ണ് സ്മൈൽഡ് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ എന്താണ്? ചിലപ്പോ അത് നടക്കുന്ന ഒരു കാര്യമൊന്നും ആവൂല.
ഈ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഐഡിയ വെച്ചിട്ട് പറയാണ് നമ്മള്. സൂര്യൻ പുഞ്ചിരിക്കുന്നുണ്ട്, ക്ലൗഡ് കരയുന്നുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് വരുന്ന ചില ചിന്തകളാണ്. അതാണ് ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുക. കുറച്ച് തല തിരിഞ്ഞ് ചിന്തിക്കുക നമ്മൾ പറയില്ലേ, കുറച്ചൊക്കെ തലയിന്ന് കുറച്ചൊക്കെ അന്റെ തലക്ക് അന്തല്ലാത്ത രീതിയിൽ ചിന്തിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന രീതിയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ പേഴ്സോണിഫിക്കേഷൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾ അത് ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് കവിതയില് നമ്മൾ തന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ 6 വരി കവിത സ്റ്റാൻസ് ഉള്ള ഒരു കവിതയോ, 4 വരി സ്റ്റാൻസ് ഉള്ള ഒരു കവിതയോ, 5 വരി സ്റ്റാൻസ് ഉള്ള ഒരു കവിതയോ, ഇനി അങ്ങനെ ഒന്നും മെയിൻ ചെയ്യാത്ത ഒരൊറ്റ വരിക്ക് ഫുൾ സെറ്റ് എഴുതിയ കവിതയോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ പേഴ്സോണിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പിക്ക് ഔട്ട് ദ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ദിസ് പോയം എന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക. ഈ പോയത്തിലെ പേഴ്സോണിഫിക്കേഷൻ ലൈൻ ഏതാന്നുള്ളത് പിക്ക് ഔട്ട്, തെരഞ്ഞെടുക്കുക, പെറുക്കിയെടുക്കുക എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ അത് പെറുക്കിയെടുക്കുമ്പോൾ ABCDയിൽ അതിന്റെ ആൻസർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കറക്റ്റ് നോക്കുക. അതിന് നിങ്ങൾക്ക് പേഴ്സോണിഫിക്കേഷൻ നിങ്ങൾ ആൻസറിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർത്ഥം അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ അത് അർത്ഥം വെച്ച് നോക്കണം. ആ കവിത അർത്ഥം വെച്ച് നോക്കിയാലേ നിങ്ങൾക്ക് പേഴ്സോണിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ, പേഴ്സോണിഫിക്കേഷൻ അർത്ഥത്തിലാണ് കിടക്കുന്നത്. സാറേ ഞങ്ങൾക്ക് Okay. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരുമോ? ഏതില്? ഇപ്പൊ ഇതന്നെ ഈ രീതി തന്നെ നോക്കിയാൽ മതി. ഇത് ഇങ്ങനെ തന്നെ വരിക, ഇങ്ങനെ തന്നെ വരിക. ഇപ്പൊ ഞാൻ ഈ ഉദാഹരണം കൊടുത്തിട്ടില്ലേ, ഇതൊക്കെ 2-3 കവിതയിലെ വരികളാ. ഞാൻ ആ വരികൾ മാത്രം എടുത്തു എന്ന് മാത്രം. ഇതന്നെ വരികള്, ഇതൊക്കെ 2-3 കവിതയിലെ വരികളാ. ഇത് ഞാൻ കവിതയിൽ നിന്ന് എടുത്തു എന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് തരുന്ന ഇനി അടുത്ത എക്സാം, ഞാൻ ഇപ്പൊ പേഴ്സോണിഫിക്കേഷൻ പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത എക്സാമിന് ഒരു കവിത ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് 2 ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ ഇനി വരാൻ പോകുന്ന ടെസ്റ്റിൽ അത് ഉണ്ടാവും കേട്ടോ. അന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളി കേട്ടോ. ഇനി വരാൻ പോകുന്ന അടുത്ത ടെസ്റ്റില് ഒരു കവിത ഉണ്ടാവും. ആ കവിതയിൽ ഞാൻ റൈം വേർഡ്സ് ചോദിക്കും, റൈമിംഗ് സ്കീം ചോദിക്കും, പിന്നെ ഇത് ചോദിക്കും, എന്താ പേഴ്സോണിഫിക്കേഷൻ ചോദിക്കും. ഓക്കെ, അപ്പൊ പേഴ്സോണിഫിക്കേഷൻ ഇതാണ്. എന്താ നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന ആക്ഷൻസിനെ ഒരിക്കലും മനുഷ്യൻ ചെയ്യാത്ത ഒരു വസ്തു കൊണ്ടോ എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അത് എന്ത് വസ്തുവാണ്, അതിന് ജീവനുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ പറയണ ആനിമൽസിന് എന്തുകൊണ്ട് ആനിമൽസ് ജീവൻ ഉള്ളതല്ലേ എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന പല പരിപാടികളും ആനിമൽസ് ചെയ്യില്ല. അതിലൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസാരിക്കുക, ചിന്തിക്കുക. നമ്മൾ പറയാണ് ഓൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു സയൻസ് പ്രകാരം അവറ്റകൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളതാണ്. ഈ ആനിമൽസിനെ നമ്മൾ എന്താ പറയാ, അവർക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ ശരി വെച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്ന ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോഴും അത് പേഴ്സോണിഫിക്കേഷൻ ആകും. അപ്പൊ ഇതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ, എന്താ ഡൗട്ട്? ട്രീസ ഡാൻസിങ് അതുപോലെ അതൊരു ഉദാഹരണം. അതന്നെ നമ്മൾ ഇതിലുണ്ടല്ലോ, അതാ കണ്ടോ, ദ ട്രീസ് ഡാൻസ്ഡ് പ്ലേഫുള്ളി ഇൻ ദ റെയിൻ. നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണം കണ്ടില്ലേ, ഇതുപോലെ തന്നെ. ഇനി ഇതുപോലെ എന്തും വരും. അത് പറഞ്ഞത് നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന ക്യാരക്ടർ. ഇനി നമ്മൾ പറയാണ് ഇവിടെ ഈ ട്രീസ് ഡാൻസ് ചെയ്യുന്നതിന് പകരം ഇനി വേറെ എന്ത് വാക്കാണെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന, ഇപ്പൊ ഡാൻസിന്റെ സ്ഥാനത്ത് മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തി വാക്കാണെങ്കിലും അതൊക്കെ പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് വരും. പറ്റ് എന്താ പറ്റായി? മനുഷ്യന്മാര് ചെയ്യുന്ന പരിപാടിയല്ലേ പാട്ട് പാടുക. അപ്പൊ എന്താ പിന്നെ പറ്റായി? മനുഷ്യന്മാര് ചെയ്യുന്ന പരിപാടിയല്ലേ പാട്ടുപാട്. അപ്പൊ പിന്നെ അത് പറ്റുമല്ലോ. അതാ പറഞ്ഞത്, മനുഷ്യന്മാര് ചെയ്യുന്ന ഏത് പരിപാടി പറ്റും. നിങ്ങൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയും, അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ നോക്കിയാൽ ഒരു മനുഷ്യന് എന്തൊക്കെ കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ ഒരിക്കലും ജീവനില്ലാത്തൊരു സാധനത്തിനാണ് കൊടുക്കുക. അപ്പൊ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്രീനെ നമുക്ക് നമ്മൾ ഡാൻസ് കളിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഒരു ചെറിയ കുറ്റിച്ചെടി എടുത്തിട്ട് നമുക്ക് അതിന്റെ അടുത്ത് 2 കമ്പ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അളക്കിയിട്ട് ട്രീ ഡാൻസ് കളിപ്പിക്കുന്നത്. അപ്പൊ ട്രീ ഡാൻസ് കളിപ്പിക്കുന്നേ ആവുന്നുള്ളൂ. നമ്മൾ ആ ട്രീ ഒറ്റക്ക് കളിക്കുന്നില്ല. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാ. ഈ പെണ്ണ് ഡാൻസർ എന്ന് പറഞ്ഞാല് നമ്മൾ പറയാണ് ഒരാള് ഡാൻസ് ചെയ്യിപ്പിക്കുകയാണ് ഒരു പെണ്ണിനെ എന്ന് പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആവില്ല. കാരണം എന്താ, അതൊരാൾ അവിടെ ചെയ്യിപ്പിക്കുകയാണ്.
പക്ഷെ പെണ്ണ് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞാൽ അത് പേഴ്സോണിഫിക്കേഷനാ. കാരണം എന്താ? പെണ്ണിന് ജീവനില്ല. പെണ്ണിന് ജീവനുണ്ടോ? ഇല്ല. ജീവനില്ലാത്ത സാധനം എങ്ങനെ ഡാൻസ് കളിക്ക? അപ്പൊ അങ്ങനെ ജീവനില്ലാത്ത സാധനത്തിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ജീവനുള്ള മനുഷ്യന്മാരുടെ ആക്ഷൻസ് കൊടുക്കുക. ഇതിനാണ് എന്തെന്ന് പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. എന്താണ്? മൃഗങ്ങൾ പാടുന്നു പറയാൻ പറ്റുമോ? ഒന്നുകൂടി. മൃഗങ്ങൾ പാടുന്നു എന്ന് പറയാൻ പറ്റുമോ? ആ പറ്റുമല്ലോ. എന്താ പറ്റായി? The animals are singing. The animals are singing എന്ന് പറഞ്ഞാലും അതൊക്കെ പേഴ്സോണിഫിക്കേഷനിലായി വരിക കേട്ടോ. പൂവുകൾ നൃത്തം ചുവട് വെക്കുന്നു, അത് പറ്റുമോ? എങ്ങനെ? പൂവുകൾ നൃത്തം ചുവട് വെക്കുന്നു. ആ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഈ നൃത്തം ചുവട് വെക്കുന്നത് ആരാ? മനുഷ്യനല്ലേ? അതെ, മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയല്ലേ? ആ മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയിലേക്കാണ് നമ്മൾ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ കൊടുക്കുന്നത്. ഒരു ആനിമൽസ് ചെയ്യുമ്പോ നിങ്ങൾ കൊടുക്കുക. ഇനിയിപ്പോ നിങ്ങൾ ഒരു ആനിമൽസിനാ കൊടുക്കുന്നത്. ഈ ആനിമൽ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓനൊരു മാസം അതിന്റെ ട്രെയിനർ പിന്നാലെ നടന്നിട്ടൊന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കണം. നമ്മക്കിപ്പോ നമ്മൾക്ക് ജനിച്ച അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു കുട്ടിക്കും 2 സ്റ്റെപ്പ് വെക്കാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? കൈയും കാലും ഉള്ള ഒരാൾക്ക് വെറുതെ ഇങ്ങനെ 2 കാട്ടിട്ട് കുലുങ്ങാനും ഒരാളും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ നൃത്തം അതും ഒരു നൃത്താണ്. അപ്പൊ അത് മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയാണ് നൃത്തം എന്ന് പറയുന്നത്. അപ്പോ ഒരു മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയിൽ ആനിമൽസിനോ അല്ലെങ്കിൽ ഒരിക്കലും ജീവനില്ലാത്ത സാധനത്തിനോ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുക. ഇതിനാണ് പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, നമ്മുടെ സമയം പോകുന്നുണ്ട്. അലിട്രേഷൻ നോക്കിട്ടോ, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു വെച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുന്ന കരുതുന്നു. അലിട്രേഷൻ നമ്മൾ ഇന്റേണൽ റൈം പറഞ്ഞിരുന്നു അലിട്രേഷൻ എന്താന്നുള്ളത് ഇന്നലെ. അപ്പോ അലിട്രേഷൻ ഞാൻ വീണ്ടും പറയാണ്, നോക്കിക്കോളെ. If the first sound of 2 or more words in a sentence are the same, the sentence can be called an alliteration. ഞാൻ നോക്കിക്കോളെ, അതിന്റെ അർത്ഥം പറയാണ്. If ആണെങ്കിൽ the first sound, ഏത്? ആദ്യത്തെ സൗണ്ട്, ആദ്യത്തെ ഉച്ചാരണം of 2 or more words, 2 2-ലധികം കൂടുതലോ ഉള്ള വാക്കുകളുടെ ആദ്യത്തെ ഉച്ചാരണം. എവിടുത്തെ വാക്കുകള്? ഇൻ എ സെന്റൻസ്, ഒരു സെന്റൻസിലെ 2 2-ലധികമോ വാക്കുകളുടെ ആദ്യത്തെ ഉച്ചാരണം. ശ്രദ്ധിച്ച് കേട്ടോളീം. 2 2-ലധികമോ വാക്കുകളുടെ ആദ്യത്തെ ഉച്ചാരണം, ഒറ്റ സെന്റൻസിലെ ആദ്യത്തെ ഉച്ചാരണം ആർ ദ സെയിം, അത് സെയിം ആയിട്ട് ഒരുപോലെ വന്നാൽ that sentence can be called, ആ സെന്റൻസിനെ നമുക്ക് വിളിക്കാം, എന്ത് വിളിക്കാം? an alliteration എന്ന് വിളിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അലിറ്ററേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, ഞാൻ അവിടെ ഉദാഹരണം കൊടുത്തതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നമുക്ക് അലിറ്ററേഷന്റെ ഒരു ഡെഫിനിഷനും കൂടി പറയാം. അലിറ്ററേഷൻ ഈസ് when 2 or more words begin with the same sound. നമ്മൾ നേരത്തെ മേലെ പറഞ്ഞത് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. കണ്ടോ? ലില്ലി റിസീവ്ഡ് ഫാൻസി ഫ്ലവേഴ്സ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ലില്ലി റിസീവ്ഡ് ഫാൻസി ഫ്ലവേഴ്സ് പറയുന്ന സമയത്ത് ഫാൻസി, അവിടെ നമ്മൾ കളർ മാറ്റി, ആ ബ്ലൂ കളർ മാറ്റിയിട്ടില്ല. ഫാൻസി ആദ്യത്തെ ആ വാക്കിന്റെ ആദ്യത്തെ ഉച്ചാരണം. നമ്മൾ ഇന്നലെ ഇന്റേണൽ റൈമും ഒക്കെ പഠിക്കുമ്പോ വേർഡിന്റെ അവസാനത്തെ ഉച്ചാരണ പറഞ്ഞിരുന്നത്. ഇത് അവസാന വാക്ക് ഒന്നുമില്ല, ഇടയിൽ വരുന്ന വാക്ക് എന്നൊന്നുമില്ല. സെന്റൻസിന് ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ അതിലിപ്പോ ഒരു 4 5 വേർഡുകൾ ഉണ്ട്. ആ 4 5 വേർഡിൽ 2 2-ൽ കൂടുതലോ, ശ്രദ്ധിച്ച് കേട്ടോളി, 2 2-ൽ കൂടുതലോ വന്നാൽ, ഇപ്പൊ ഇന്നലെ നമ്മൾ റൈം പഠിച്ചപ്പോ 2 മാത്രമേ പെയർ ആവുള്ളൂ. മൂന്നാമത് ഒരാൾ വന്നാൽ അയാൾ ഔട്ടാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഏറ്റവും അടുത്തടുത്തിരിക്കുന്ന 2 നമ്മൾ സ്വീകരിക്കുക എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അലിറ്ററേഷൻ അങ്ങനല്ല. ആരൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നോ, ഒരേ ഉച്ചാരണം കൊണ്ട് വരുന്നോ, ഓലൊക്കെ ഓലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് കണ്ടോ, ഫാൻസി ഫ്ലവേഴ്സ്, ആദ്യത്തെ ഉച്ചാരണം 2 2-ലധികമോ വേർഡിന്റെ ആദ്യത്തെ ഉച്ചാരണം ഒരുപോലെ വന്നാൽ ആ വാക്കുകൾക്കാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഫാൻസി ഫ്ലവേഴ്സ്, കണ്ടോ? ഗ്രീൻ ഗ്രാസ് ഗ്രൂ, കണ്ടോ? ഇവിടെ 3 വേർഡ് ഉണ്ട്. ഗ്രീൻ, പച്ച കളറിലുള്ള, ഗ്രാസ്
എന്താ പുല്ല് അതെന്ത് ചെയ്യുന്നുണ്ട് ഗ്രൂ വളരുന്നുണ്ട് ഓൺ ദ സൈഡ് വാക്സ് എന്താണ് അടുത്തടുത്ത് നോ 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 അടുത്തടുത്ത് വരണമൊന്നുമില്ല കേട്ടോ അടുത്തടുത്ത് വരണമെന്നില്ല വേർഡ്സ് അടുത്തടുത്ത് വരണമെന്നില്ല അതുപോലെ തന്നെ ഇതിലൊക്കെ നിങ്ങൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലിറ്ററേഷനില് എന്താ നമ്മുടെ വവ്വൽസ് ഇല്ലേ വവ്വൽസ് എ ഇ ഐ ഒ യു ആ വവ്വൽസ് അല്ലാത്തതായിരിക്കണം ആ വവ്വൽസ് അല്ലാത്ത വാക്കുകളായിരിക്കണം അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കരുത് എ ഇ ഐ ഒ യു ഈ ഒരു ആൽഫബറ്റിൽ തുടങ്ങാത്ത വാക്കുകളായിരിക്കണം അത് അധികവും നിങ്ങൾക്ക് വരുന്നത് അത്തരം വാക്കുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം നിങ്ങൾ തലയിൽ കയറ്റി വെച്ച് പഠിക്കേണ്ട ആവശ്യമല്ല നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യത്തിൽ അല്ലിറ്ററേഷൻ ഉണ്ടോ അത് ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾ നോക്കിക്കോളി ഗ്രീൻ ഗ്രാസ് ഗ്രൂ ഓൺ ദ സൈഡ് വാക്സ് ഈ അല്ലിറ്ററേഷൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഡൗട്ടിന് അവസരം തരാം കേട്ടോ ഞാൻ ആർക്കാണെങ്കിലും ഞാൻ ഈ അല്ലിറ്ററേഷനും കൂടി ഒന്ന് പറയട്ടെ ഇത് ഞാൻ ഡൗട്ട് ചോദിക്കാൻ അവസരം തരാം ഗ്രീൻ ഗ്രാസ് ഗ്രൂ കണ്ടോ 3 വേർഡും ഒരേ ഉച്ചാരണം കൊണ്ടാണ് തുടങ്ങിയത് ഗ ഗ ഗ കണ്ടോ അപ്പോ ഇതിനാണ് അല്ലിറ്ററേഷൻ എന്ന് പറയാ ഒരു സെന്റൻസിലെ രണ്ടോ രണ്ടിലധികമോ വാക്കുകൾ ഒരേ ഉച്ചാരണം കൊണ്ട് തുടങ്ങുക അടുത്തത് കണ്ടോ ഫീച്ചർ നിങ്ങൾ അല്ലിറ്ററേഷൻ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരാൻ പോകുന്ന ഉദാഹരണം ഇതായിരിക്കും ഏതാണ് ഫീച്ചർ ആരതാണ് അവിടെ ഓണായി കിടക്കുന്നത് ഇതാണോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഫസ്റ്റ് ഒരു ഫീച്ചർ പൈപ്പർ picked a pack of pickled peppers കണ്ടോ ഫുൾ സെന്റൻസ് മൊത്തം അല്ലിറ്ററേഷൻ ആ ഇതാ ഞാൻ പറഞ്ഞത് രണ്ടോ രണ്ടിലധികമോ വാക്കുകൾ ഞാൻ പീക്കൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒക്കെ എന്താണ് ഒരു സെന്റൻസിലെ മുഴുവൻ ഉദാഹരണവും ആദ്യം വന്നിട്ട് എന്താണ് എന്നുള്ള ഉച്ചാരണമാണ് അപ്പൊ ഇതൊക്കെ അല്ലിറ്ററേഷൻ ആണ് അപ്പൊ ആ ടങ് ട്വിസ്റ്റർ ഒന്നും കുഴപ്പമില്ലല്ലോ സെന്റൻസ് ആയ പോലെ നമുക്ക് സെന്റൻസിലല്ലേ കാര്യം ടങ് ട്വിസ്റ്ററിലല്ലല്ലോ കാര്യം നമുക്ക് സെന്റൻസ് ആയാൽ മതി സെന്റൻസ് ആയാൽ മതി എന്നുള്ളൂ നമുക്കത് സെന്റൻസ് ആയാൽ മതി എന്നുള്ളൂ ടങ് ട്വിസ്റ്റർ ആണോ ഇന്നതാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല അത് നമുക്ക് സെന്റൻസ് ആണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം സെന്റൻസ് ആണെങ്കിൽ അത് തന്നെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാവും പിക്ക് ഔട്ട് ദ അല്ലിറ്ററേഷൻ സെന്റൻസ് ഇൻ ദ പോയം താഴെ ABCD ആൻസർ ഉണ്ടാവും അപ്പൊ നമ്മൾ ആ 4 വായിച്ചു നോക്കുക ആ 4 ഏതാ ആൻസർ നോക്കുക എങ്ങനെ അത് ഒന്ന് മാത്രമേ നിങ്ങൾക്ക് തരുന്ന ABCDയില് ഒന്ന് മാത്രമേ ആൻസർ ഉണ്ടാവുള്ളൂ കുട്ടിയെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കൂല ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ആക്കൂല നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ ചാൻസ് ഉള്ളത് വവ്വൽസ് ചോദിച്ചിട്ടായിരിക്കും ഒരു 2-3 വേർഡ്സിൽ AEIOU ചോദിച്ചിട്ടായിരിക്കും അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രം പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാതും ഉണ്ടെങ്കിലും അല്ലിറ്ററേഷൻ ആണ് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടോ രണ്ടിലധികമോ വാക്കുകൾ രണ്ടിലധികം എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് മൊത്തം അല്ലിറ്ററേഷൻ വേർഡുകളാ നോ പ്രോബ്ലം ദാറ്റ് ഈസ് അല്ലിറ്ററേഷൻ അതിനാണ് നമ്മൾ അല്ലിറ്ററേഷൻ എന്ന് പറയുന്നത് രണ്ടോ രണ്ടിലധികമോ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞില്ലേ 2 or more വേർഡ്സ് ഈ ഏറ്റവും മുകളിലത്തെ വേർഡ് നോക്കി ദ ഫസ്റ്റ് സൗണ്ട് ഓഫ് 2 or more വേർഡ്സ് ഇൻ എ സെന്റൻസ് നമ്മളെ വായിച്ചത് 2 or more എന്ന് പറഞ്ഞാൽ എന്താ രണ്ടോ രണ്ടിലധികമോ എന്നാണ് അപ്പൊ രണ്ടോ രണ്ടിലധികം വന്നാൽ അത് ഇനി സെന്റൻസ് മൊത്തം നമ്മൾ എന്താണ് അല്ലിറ്ററേഷൻ വാക്കുകളാണെങ്കിലും നോ പ്രോബ്ലം ദാറ്റ് ഈസ് അല്ലിറ്ററേഷൻ അതിന് പേരില്ല അല്ലിറ്ററേഷന് തമ്മിൽ എന്തില്ല ബന്ധങ്ങളില്ല എത്ര വാക്കുകളുണ്ടോ ഓലൊക്കെ തമ്മിൽ ഫ്രണ്ട്സാ അതിൽ നമുക്ക് ഒരു മാറ്റമല്ല ഇനി അടുത്ത ഉദാഹരണം നോക്കി ബോണി ബോട്ട് എ ന്യൂ കാർ ബോണി ബോട്ട് എ ന്യൂ കാർ അടുത്തത് ഇനി നോക്കിക്കോളെ ഞാൻ AEIOUന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ ഇന്നത് വരില്ല എന്ന് പറഞ്ഞപ്പോ അപ്പോ ഇത് ആ കൂട്ടത്തിൽ പെടൂല ഏത് ഈ മൂന്നാമത്തെ ഉദാഹരണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിൽ മെൻഷൻ ചെയ്തത് നോക്കിക്കോളെ ഇപ്പൊ നിങ്ങൾക്ക് കൊണ്ടൊരു വാക്ക് ആസിഫ് അറൈവ്ഡ് അറ്റ് ആതിരപ്പള്ളി കണ്ടോ AEIOUന്റെ ഉച്ചാരണമാണത്
ഇതൊരിക്കലും എന്തായിട്ട് വരില്ല, അല്ലിറ്ററേഷൻ ആയിട്ട് വരില്ല. ശ്രദ്ധിച്ചു നോക്കിക്കോളി, ഇത് ഒരിക്കലും അല്ലിറ്ററേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരില്ല. ഈ സംഭവം ഞാൻ ഈ മെൻഷൻ ചെയ്യുന്ന ഇതൊരിക്കലും അല്ലിറ്ററേഷൻ ആവില്ല. കാരണം AEIOUല് അല്ലിറ്ററേഷൻ സ്കിപ്പാണ്, വൊവൽസിന് അല്ലിറ്ററേഷൻ സ്കിപ്പാണ്. അടുത്തത്, ഇനി അടുത്ത ഉദാഹരണം നോക്കിയേ. ഷീസൽ. ഈ ഉദാഹരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഉദാഹരണത്തില് നിങ്ങൾക്ക് ഇനിയിപ്പോ ചിലപ്പോ നിങ്ങളോട് ഈ സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില് ഉച്ചാരണം എന്ന് പറയുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളോട് പറയാണ്, ഒരു സെന്റൻസിലെ അല്ലിറ്ററേഷൻ സെന്റൻസുകൾ ഒരു വരി തന്നിട്ട് അതിലെ അല്ലിറ്ററേഷൻ വാക്കുകൾ ഏതൊക്കെയെന്ന് ചോദിക്കും. ചിലപ്പോ മേ ബി ചോദിച്ചാൽ, അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ പറയാൻ പറ്റൂല, നമുക്ക് എങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പോ ഈ ഒരു ഉദാഹരണം നിങ്ങൾ കറക്റ്റ് നോക്കിട്ടോ. ഷീ സെൽസ് സീഷെൽ ഇൻ ദ സീഷോർ. ഈ ഉദാഹരണം നോക്കിക്കോളൂ. ഇപ്പൊ നോക്കിക്കോളൂ, എന്താണ് ഞാനിതൊന്ന് പറഞ്ഞു കഴിയട്ടെ കുട്ടികളെ. അപ്പൊ ഞാൻ ഇതൊന്ന് പറയട്ടെ കുട്ടിയെ. ഇത് പറയാൻ അനുവദിച്ചാലല്ലേ ഇത് പറയുള്ളൂ. She sells seashell in the seashore. ശരിക്കും നോക്കിക്കോളെ, ഇതില് ഞാനിപ്പോ മെൻഷൻ ചെയ്തിരിക്കുന്ന എസും മെൻഷൻ ചെയ്യാത്ത എസും ഉണ്ട് ഇതിലെ ഉച്ചാരണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഷ് ആണ് ആദ്യത്തെ ഉച്ചാരണം, ഇവിടെ അടുത്ത ഉച്ചാരണം വരുന്നത് സ് ആണ്, പിന്നത്തെ ഉച്ചാരണം വരുന്നത് സ് ആണ്, പിന്നെ ഇൻ ദ സീ ഷോർ ആണ്, സ് എന്ന് പറഞ്ഞ ഉച്ചാരണമാണ് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ ഇതിനെ മെൻഷൻ ചെയ്തത് ഇത് തമ്മിലാണ് എന്ത് വരുന്നത്, ബന്ധം വരുന്നത്. കാരണം എന്താ, ഇത് ഷ് എന്നുള്ള ഉച്ചാരണമാണ്, ഇത് ഷ് എന്നുള്ള ഉച്ചാരണവും ഇതും ഷ് എന്നുള്ള ഉച്ചാരണത്തിലുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ അല്ലിറ്ററേഷൻ നമുക്ക് രണ്ട് തരത്തിൽ വേർതിരിക്കാം. ഒന്ന് ഈ ഷിയും ഷോറും തമ്മിൽ നമുക്ക് അല്ലിറ്ററേഷൻ ആക്കാം. ഷിയും ഷോറും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലിറ്ററേഷൻ ആക്കാം. അല്ലെങ്കിൽ നമുക്ക് അല്ലിറ്ററേഷൻ ഏതാക്കാം, സീഷെൽസ് എന്താണോ, ഷീ സെൽസ് സെൽസ് സീഷെൽ ഇൻ ദി സീ ഷോർ. അപ്പോ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടുത്താം. ഇല്ലെങ്കിൽ ഷീയും ഷോറും തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്താം. അത് ഞാൻ എടുത്ത് മറ്റേത് മെൻഷൻ ചെയ്യാതിരുന്നതിന്റെ കാരണം ഇത് ഇങ്ങനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ രണ്ട് തരത്തിലുള്ള അല്ലിറ്ററേഷൻ ഉണ്ട്. വീണ്ടും പറയാണ്, രണ്ട് തരത്തിൽ വരാം, ഷിയും ഷോറും. മറ്റേത് സെല്ല് സി എന്ന് പറയുന്ന ഈ വാക്കുകൾ. അപ്പോ നിങ്ങളുടെ ഡൗട്ട് എങ്ങനെയാണ് ഇപ്പൊ ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ വരിക എന്ന് പറയുന്നത്, ഞാൻ ഇത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. നിങ്ങളോട് പിക്ക് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആൻസർ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കലും ആൻസർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല, താഴെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ഇത് രണ്ടും പാടെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കില്ല. ഞാൻ വീണ്ടും പറയണേ, ഇത് രണ്ടും പാടെ ചോദിച്ചിട്ട് എന്ത് ചെയ്യില്ല, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം പേടികൾ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ പേടിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു മൊത്തം വരികൾ തന്നിട്ട് എന്ന് വെച്ചാൽ ഒരു മൊത്തം സെറ്റ് തന്നിട്ട് ഒരു കവിത തന്നിട്ട് ആ കവിതയുടെ ഒരു ചോദ്യത്തിൽ താഴെയുള്ള വരുന്ന ഒരു ചോദ്യത്തിൽ പിക്ക് ഔട്ട് ദ അല്ലിറ്ററേഷൻ സെന്റൻസ് ലൈൻ ഓഫ് ദിസ് പോയം എന്ന് പറഞ്ഞിട്ട് 1 2 3 4 ഒരു ആൻസർ ഉണ്ടാവും. അപ്പൊ അതിന് ഏതൊക്കെയാണ്, അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉച്ചാരണം അറിഞ്ഞിരിക്കണം. ഇതിനൊക്കെ ഈ അല്ലിറ്ററേഷനും റൈമിംഗ് സ്കീമിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം ഉച്ചാരണം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓരോ വാക്കിന്റെയും ഉച്ചാരണം അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിൽ ചില വാക്കുകൾ സി കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാലോ. സി കൊണ്ട് തുടങ്ങുന്ന ചില വാക്കുകളൊക്കെ ഏത് ഉച്ചാരണത്തിൽ വരാറുണ്ട്, സ് എന്നുള്ള ഉച്ചാരണത്തിലും ഖ് എന്നുള്ള ഉച്ചാരണത്തിലും വരാറുണ്ട്. അപ്പൊ അത്തരം ഉച്ചാരണങ്ങളിൽ വന്നാൽ നമ്മളാണ് പെടുക. അപ്പോ ആ സ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നും ആ ഖ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് അല്ലിറ്ററേഷന് പ്രാധാന്യം വരിക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലിറ്ററേഷൻ എന്ത് ചെയ്യും, ചിലപ്പോ അങ്ങനത്തെ വാക്കുകൾ തന്നിട്ടാണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുക. അല്ലാതെ ഇത്തരം വാക്കുകൾ തന്നിട്ടല്ല നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നത് ആ ഒരു എന്ത് തന്നിട്ടായിരിക്കും,
ഉച്ചാരണം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, ഒരു സംഭവത്തിന്റെ ഉച്ചാരണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഫെയിൽ ആയിട്ട് അനുഭവപ്പെടേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ അലിറ്ററേഷൻ ആണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്. പേഴ്സോണിഫിക്കേഷനും അലിറ്ററേഷനും കഴിഞ്ഞു. ഇനിയാണ് ഇപ്പൊ എന്നോട് ക്ലാസ് തുടങ്ങുമ്പോ സമയത്ത് തന്നെ എന്താ ഡൗട്ട് ചോദിച്ചോ? ലാസ്റ്റത്തെ ഒന്നും കൂടെ ഒന്ന് പറയോ? ഏത്? ഏറ്റവും ഒന്നുമില്ല, ലാസ്റ്റ് അതിന്റെ ഉച്ചാരണം നോക്കാം. ആ ഉച്ചാരണം നോക്കിട്ടൊന്ന് വായിച്ച. ഈ ഷീന്റെ ഉച്ചാരണമാണോ സെൻസിലുള്ളത്? ആണോ? അല്ല. അപ്പൊ ഇത് തമ്മിൽ പേരാവോ, ബന്ധാവോ, അലിട്രേഷൻ ആവോ? ഇല്ല. പിന്നെ സെൽസിന്റെ ഉച്ചാരണമാണോ സീക്ക് വരുന്നത്? ഉച്ചാരണം ശരിയാണോ? ഉച്ചാരണം ശരിയാണോ? സെല്ല്, സീഷോറ് രണ്ടും തുടങ്ങിയത് ഒരേ ഉച്ചാരണം കൊണ്ടാണോ? അല്ലാന്ന് പറഞ്ഞത് ആരാ? ഞാൻ പറഞ്ഞത് അല്ലേ? പിന്നെ സീഷോറ് കണ്ടോ? സി ഒക്കെ ഒരേ ഉച്ചാരണം കൊണ്ടാ തുടങ്ങണത്. അപ്പൊ ഒരേ ഉച്ചാരണം കൊണ്ടാ തുടങ്ങുമ്പോ നമ്മൾ എന്താക്കണം? അതിനെ നമ്മൾ പേരാക്കാം. ഇനി തമ്മിൽ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷീനെയും ഷോറിനെയും ബന്ധാക്കാം. പക്ഷേ വേർഡ് ബേസിൽ നോക്കുമ്പോ കുറച്ചുകൂടി അടുത്ത് വരുന്നത് സെല്ലും സീഷെല്ലും സീഷോറുമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ബന്ധപ്പെടുത്തുന്നത്. ഇനി വേർഡ് കേട്ടോളൂ. ചിലപ്പോ ഇനി വേറൊരു കാരണം കൂടി ഉണ്ട്. ഈ സീഷോർ എന്ന് പറയുന്നത് ചില സെന്റൻസുകളിൽ ഒറ്റ വാക്കായിട്ട് വരും. ചിലപ്പോ ഇത് തിരിച്ചു എഴുതാറുണ്ട്, ഒറ്റ വാക്കായിട്ടും വരും. അപ്പോ ഈ ഒറ്റ വാക്കായിട്ട് വരുമ്പോ എന്തായാലും ഷീയും ഷോറും തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയൂല. എന്ന് വെച്ചാൽ ഒറ്റ വേർഡായിട്ട് വരാറുണ്ട് സീഷോർ. അപ്പൊ നമുക്കത് എന്തായാലും ബന്ധപ്പെടുത്താൻ കഴിയൂല. അപ്പൊ നമ്മൾ എന്തിനെ സീഷോർ ഒറ്റ വേർഡ് ആയാലും ഷോറിന്റെ യൂസ് ചെയ്യില്ലല്ലോ. എടുക്കാൻ കഴിയൂലേ? കാരണം എന്താ? അത് ആദ്യത്തെ ഉച്ചാരണല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഒറ്റ വേർഡാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഉച്ചാരണം ആവോ? അത് എന്ന് പറയുന്നത് ആവില്ലല്ലോ. ഷോർ എന്ന് പറയുന്നത് ഉച്ചാരണം ആവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഉച്ചാരണം അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആദ്യം അലിട്രേഷന്റെ എന്നുള്ളത് ആദ്യത്തിലേക്കാണ് കൊടുത്തോളി. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ ഉച്ചാരണം. ശ്രദ്ധിച്ചു കേട്ടോളെ. അലിട്രേഷൻ പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു എളുപ്പ വഴിയാണത്. അല്ലിറ്ററേഷൻ, അല്ലിക്ക് നേരെ ആദ്യം എന്നാ പറയാ. അല്ലിക്ക് നേരെ ആദ്യം കൊടുക്കുക ആദ്യത്തെ ഉച്ചാരണം. അല്ലിയുടെ ആദ്യത്തെ ഉച്ചാരണം ഏതാ നോക്കിയാൽ മതി. അപ്പോ അല്ലിറ്ററേഷൻ എന്ന് പറയുന്നത് സാധാരണ അങ്ങനെയാണ് നമുക്ക് പഠിക്കാറുള്ളത് കേട്ടോ. ഇനിയാണ് അടുത്തത് സിമിലി. ശ്രദ്ധിച്ചോളൂ കേട്ടോ. സിമിലി, മെറ്റാഫർ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് സിമിലി മെറ്റാഫർ എന്താന്നുള്ളത്. ഞാനത് വന്ന് പറഞ്ഞതുമാണ്, ഞാൻ പറഞ്ഞു തരും എന്നുള്ളത്. പറഞ്ഞു തരാൻ പോവാണ്. വാട്ട് ഈസ് സിമിലി, വാട്ട് ഈസ് മെറ്റാഫർ? ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. സിമിലിയും മെറ്റാഫറും ഇപ്പൊ ആരും ബോർഡ് മിൽക്ക് ഒരു ഉദാഹരണമായിട്ട് നോക്കണ്ട. സിമിലിയും മെറ്റാഫറും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. സിമിലിക്കും മെറ്റാഫറിനും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമുണ്ട്. കാരണം സിമിലിയുടെയും മെറ്റാഫറിന്റെയും ഒരു സെന്റൻസ് വന്നാൽ എല്ലാ സിമിലിയുടെയും മെറ്റാഫറിന്റെയും സെന്റൻസിന് ഒരേപോലെയുള്ള അർത്ഥങ്ങളാ വരിക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആരും ബോർഡ് മേലേക്ക് നോക്കണ്ട, എന്നെ കേട്ടാ മതി കേട്ടോ. ഇപ്പൊ എന്നെ കേട്ടിട്ട് ഞാനൊരു ഉദാഹരണം പറയാൻ പോവാണ്. He is a lion in the battle. He is a lion in the battle. അതാണ് ആദ്യത്തെ ഉദാഹരണം. He is a lion in the battle. രണ്ടാമത്തെ ഉദാഹരണം He is like a lion in the battle. ഒന്നാമത്തെ ഉദാഹരണമാണ് He is a lion in the battle. രണ്ടാമത്തെ ഉദാഹരണം He is like a lion in the battle. എന്താണ് ഇവകൾ തമ്മിലുള്ള മാറ്റം എന്നുള്ളതാണ് ഇനി സിമിലിയും മെറ്റാഫറിലും നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇതിലൊന്ന് സിമിലിയും ഇതിലൊന്ന് മെറ്റാഫറുമാണ്. ഇതില് ശ്രദ്ധിച്ചോളിട്ടോ. എന്താണ് സിമിലിക്കും മെറ്റാഫറിനും തമ്മിലുള്ള മെയിൻ ആയിട്ട് വരുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ, മെറ്റാഫർ പറയുമ്പോഴാണ് ഹി ഈസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ എന്ന് നമ്മൾ പറയാം. എന്ന് വെച്ചാൽ സിമിലിക്കും മെറ്റാഫറിനും തമ്മിലുള്ള ബന്ധം കമ്പാരിസൺ ആണ്. എന്ന് വെച്ചാല് വേറെ ഒരു ഒബ്ജക്റ്റുമായിട്ട്
അല്ലെങ്കിൽ വേറെ ഒരു ജീവനുള്ള സാധനവുമായിട്ട്, അല്ലെങ്കിൽ വേറെ ഒരു ജീവനില്ലാത്ത സാധനവുമായിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വേറെ ഒരു വസ്തുവിനെ, വേറെ ഒന്നിനെ, വേറൊരു സാധനത്തിനെ കമ്പയർ ചെയ്യാം. അപ്പോ he is a lion in the battle എന്ന് പറഞ്ഞപ്പോൾ അവൻ യുദ്ധത്തില് ഒരു സിംഹമാണ് എന്നാണ് അർത്ഥം വരുന്നത്. അവൻ യുദ്ധത്തിൽ ഒരു സിംഹമാണ്. he is a lion in the battle. അടുത്ത സെന്റൻസ് എന്തായിരുന്നു? he is like a lion in the battle എന്നായിരുന്നു. അവൻ യുദ്ധത്തില് സിംഹത്തെ ലൈക്ക് വന്നപ്പോൾ പോലെയാണ് എന്നുള്ള അർത്ഥം വന്നു. ഇതാണ് സിമിലിയും മെറ്റാഫറും തമ്മിലുള്ള ഒരു വ്യത്യാസം. സിമിലി വരുന്ന സമയത്ത് ലൈക്കും ആസും ചേർന്നിട്ട് പോലെ എന്നൊരർത്ഥം വരും. പോലെ അതൊരു കമ്പാരിസന്റെ ഒരു പവറാണ്. പക്ഷേ മെറ്റാഫറായിട്ട് വരുമ്പോ നമ്മൾ ഓ പുലി തന്നെയാണ്, അല്ലെങ്കിൽ ഓ സിംഹം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ഇനിയാണ് അതൊരു സിമ്പിൾ ആക്കിയിട്ട് നമ്മളെ പച്ച മലയാളത്തില് ഒന്ന് സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അപ്പോ ഇത് തമ്മിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഒരാള് നോക്കിയിട്ട് പറയുമ്പോ എന്താ പറയുന്നത്? ഇത് എന്റെ വാപ്പാനെ പോലെയായിരുന്നു പറഞ്ഞപ്പോ ഇന്റെ രൂപം കൊണ്ടും ഇന്റെ ശരീരത്തിന്റെ മുഖചേലു കൊണ്ടൊക്കെ ഞാൻ എന്റെ അപ്പാനെ പോലെയാണ് എന്നാ പറയുന്നത്. ഈ എന്റെ വാപ്പാനെ പോലെ എന്ന് പറയുമ്പോ ഇത് എന്റെ അച്ഛനെ പോലെയാണ് എന്ന് പറയുന്നത്. ഒരാൾ നോക്കിയിട്ട് എന്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞു. മറ്റാള് പറയാണ് ഈ എന്റെ അച്ഛൻ തന്നെ ഒരു മാറ്റം അല്ല എന്ന് പറഞ്ഞു. ഇത് ഉറപ്പിച്ച് പറയുന്നത് എന്താ? ഓന്റെ ശരീരം കൊണ്ട് മാത്രമാവൂല, ഓന്റെ സ്വഭാവം കൊണ്ടും ഓന്റെ കാണിച്ചു കൂട്ടലും കൊണ്ടും ഒന്നും ഒരു മാറ്റമല്ല. ഓന്റെ അച്ഛൻ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു രണ്ടും തമ്മിൽ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ വേർഡ് മാത്രമാണ് അതിൽ കയറി വന്നത്, പോലെയാണ്. ഈ പോലെയാണ് എന്ന് പറയുമ്പോ എന്റെ അച്ഛൻ തന്നെയാണ് എന്ന് പറഞ്ഞതിന്റെ പവർ ഒന്ന് കുറഞ്ഞു. ഈ എന്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞതിന് കുറച്ച് പവർ കുറയുകയും ഈ എന്റെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോ കുറച്ച് പവർ കൂടുകയും ചെയ്തു. ഇതേ സെയിം സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. യുദ്ധം വന്നാൽ അയാള് ഒരു സിംഹമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. യുദ്ധം വന്നാൽ അയാൾ ഒരു സിംഹത്തെ പോലെയാണ് എന്നാ പറഞ്ഞത്. ഇത് തമ്മിൽ ഏതായിരിക്കും പവർ കൂടുക? ഓൻ സിംഹമാണ് എന്ന് പറഞ്ഞതിനാ പവർ കൂടുക. കാരണം എന്താ? അതിന് പോലെയാണ് എന്ന് പറയുമ്പോ സിംഹത്തിന്റെ ചില വിശേഷണങ്ങളെ ഓൻക്കുള്ളൂ എന്നുള്ളതായിരിക്കും മനുഷ്യന്മാർ വിചാരിക്കുക. നേരെ മറിച്ച് ഈ ഒരു സിംഹം തന്നെ, യു ആർ എ ലയൺ ഇൻ ദ ബാറ്റിൽ, ഈ ഒരു ലയൺ തന്നെയാണ്. യു ആർ ലൈക്ക് എ ലയൺ ഇൻ ദ ബാറ്റിൽ. ആ യുദ്ധത്തിൽ ഒരു സിംഹത്തെ പോലെ കേട്ടോ. മറ്റോൻ പറഞ്ഞു യു ആർ എ ലയൺ ഇൻ ദ ബാറ്റിൽ. ഈ ഒരു സിംഹത്തിൽ പുലി തന്നെ, ഒരു സിംഹം തന്നെ, അതിന് മാറ്റല്ല കേട്ടോ എന്ന് പറഞ്ഞു. സംഭവം രണ്ടും ഒരേ കാര്യം. അതേ പറഞ്ഞ സിമിലിക്കും മെറ്റാഫറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരൊറ്റ ഒന്നുള്ളൂ, മെറ്റാഫറിന് കുറച്ച് പവർ കൂടും, കുറച്ചുകൂടി പറയുന്ന രീതിയിൽ കുറച്ച് ഇത് കൂടും. ഇനി സിമിലിയിലാവുമ്പോ പോലെയാണ് എന്ന് പറയും. ഇതാണ് മീനിങ് ബേസിൽ പറയാനുള്ളത്. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ സിമിലി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു പണിയില്ല. കാരണം സിമിലി എന്ന് പറയുന്ന സാധനത്തില് എന്തുണ്ടാവും? ലൈക്കും ആസ് ഈഫും. ആസ് എന്ന് പറയുന്ന പോലെ എന്ന അർത്ഥം വരുന്ന വാക്ക്, ലൈക്ക് ആസ്, പോലെ എന്ന അർത്ഥം വരുന്ന വാക്ക്, ഈ വാക്കുകൾ ഉണ്ടാവും. ഇതാണ് ലൈക്ക്, ലൈക്ക്, ആസ്. ഈ പോലെ എന്ന അർത്ഥം വരുന്ന ഈ രണ്ട് വാക്കുകൾ ഉണ്ടാവും. എ സിമിലി ഈസ് എ കമ്പാരിസൺ. സിമിലി എന്ന് പറയുന്നത് താരതമ്യപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ഓഫ് ടു തിങ്സ്, രണ്ട് സാധനങ്ങളെ താരതമ്യപ്പെടുത്തുന്ന സാധനമാണ്. യൂസിങ് ദ വേർഡ് ലൈക്ക്, ആസ് ഈഫ്. ഏത് വേർഡ് യൂസ് ചെയ്തിട്ട്? ലൈക്കും ആസും. ഞാൻ ആസിഫ് എന്ന് പറയാന് വേറൊരു കാരണം ഉണ്ട് കേട്ടോ. കാരണം ആസിഫ് എന്ന് പറഞ്ഞിട്ട് വാക്കുണ്ട് ശരിക്കും ആസ്. അത് പിന്നെ അത് ആസിൽ പെടുന്നത് കൊണ്ടാണ് അത് പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. നമുക്ക് യൂസസിൽ പഠിക്കാനുള്ള, ഈഫ് ക്ലോസിൽ പഠിക്കാനുള്ള ഒരു സാധനമാണ് ആസും ആസിഫ് ഒക്കെ. അത് നമ്മൾ പഠിക്കും. അപ്പൊ ഈ ലൈക്കും ആസും യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് പറയുന്നതിനാണ് എന്ത് പറയാ? സിമിലി എന്ന് പറയാ. ശ്രദ്ധിച്ചോളിട്ടോ, ലൈക്കും ആസും. ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? സിമിലി എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കാം. ലൈക്കും ആ സെന്റൻസിൽ
ലൈക്കും ആസും ഉണ്ടോ നോക്കിയാൽ മതി. അത് കണ്ടുപിടിക്കാൻ സിമ്പിളാ. സിമിലി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാ. അതിൽ ലൈക്കും ആസും ഉണ്ടോ നോക്കിയാൽ മതി. ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. സിമിലിയുടെ ഉദാഹരണമാണ് ഇത്. കണ്ടോ? ഷീ ഫ്ലോട്ടഡ് ഇൻ ലൈക്ക് എ ക്ലൗഡ്. ആരാണ് പാട്ട് പാടുന്നത്? ആരാണ് പാട്ട് പാടുന്നത്? ഓക്കെ, ഇനിയാണ് എന്താ സിമിലിയുടെ ഒരു ഉദാഹരണം. ഷീ ഫ്ലോട്ടഡ്, അവൾ ഒഴുകുന്നു ഇൻ ലൈക്ക് എ ക്ലൗഡ്. ഏത് മേഘം പോലെ അവൾ ഒഴുകുന്നുണ്ട്. കണ്ടോ? പോലെ, ഇന്നത് പോലെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതിനാണ് എന്ത് പറയാ? സിമിലി എന്ന് പറയാം. ലൈക്ക് യൂസ് ചെയ്തിട്ട് പറയാം. ഇനിയാണ് മെറ്റാഫർ. മെറ്റാഫറിന്റെ അർത്ഥം എന്താണ്? മെറ്റാഫർ ഡിസ്ക്രൈബ് സംതിങ്, എന്തോ ഒന്ന്, ബൈ സേയിങ്, എന്തോ ഒന്നിനെ നമ്മൾ പറയാണ് ദാറ്റ് ഇറ്റ് ഇസ് സംതിങ് എൽസ്, വേറെ എന്തോ ആണ് എന്നുള്ളത്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനെ വേറെ എന്തോ ആണ് എന്ന് നമ്മൾ പറയാം. അതാണ് ഹീസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിലെ ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് വായിക്കേ. റമോസ് ഈസ് എ പിഗ്. റമു എന്താണ്? ഒരു പിഗ് ആണ്. വെൻ ഹി ഈറ്റ്സ്, അവൻ കഴിക്കുന്ന സമയത്ത്. കണ്ടോ? അവൻ കഴിക്കുന്ന സമയത്ത് ഓനൊരു പിഗ് ആണ് എന്ന് പറഞ്ഞു. അടുത്തത് ഷീ ഈസ് ആൻ ഏഞ്ചൽ. ഒരു ലൈക്കോ ആസിഫോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അവളൊരു മാലാഖയാട്ടോ. ഷീ ഈസ് എ ഏഞ്ചൽ, അവളൊരു മാലാഖ കുട്ടിയാ. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? അത് മാലാഖനെ കണ്ട, അത് മാലാഖനെ നമ്മൾ വേറെ കാണേണ്ട ആവശ്യമല്ല. മാലാഖ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയാണ് എന്ന് പറയാൻ വേണ്ടിട്ട് എന്ത് പറഞ്ഞു? ഷീ ഈസ് എ ഏഞ്ചൽ എന്ന് പറഞ്ഞു. ഷീ ഈസ് ആൻ ഏഞ്ചൽ, അവളൊരു മാലാഖയാണെന്ന് പറഞ്ഞു. ഇതാണ് മെറ്റാഫർ എന്ന് പറഞ്ഞാൽ. ലൈക്കും ഇല്ല, ആസും ഇല്ല. ഈ സംഭവം അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ടഫ് വരുന്ന ഒരു സാധനം എന്തായിരിക്കും? മെറ്റാഫർ ആയിരിക്കും. കാരണം സിമിലി കണ്ടുപിടിക്കാൻ പണിയില്ല. ആസും ലൈക്കും മാത്രം നോക്കിയാൽ മതി. ആസും ലൈക്കും ഉള്ള വേർഡ് ആണോ? ഇപ്പൊ നിങ്ങളോട് ചോദിക്കാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിമിലി വേർഡ് വിച്ച് ഈസ് ദ സിമിലി സെന്റൻസസ് ഇൻ ദ ഗിവൺ ബിലോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് ലൈക്ക് നോക്കിയാൽ മതി. ലൈക്ക്, ആസ്, ഇത് രണ്ടും ഉള്ള സെന്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പോലും മനസ്സിലാവേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് തന്നെയാണ് ആൻസർ എഴുതിയാൽ മതി. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പോലും മനസ്സിലാവണം എന്നില്ല. നിങ്ങൾ അതാണ് ആൻസർ ചെയ്താൽ മതി. പക്ഷേ നേരെ മറിച്ച് അതിന്റെ തല തിരിച്ച് മെറ്റാഫർ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് തിരിയണം എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. അത് അർത്ഥം വെച്ച് നോക്കാൻ. ആരാണ് പാട്ട് പാടുന്നത്? ആരാ പാട്ട് പാടുന്നത്? സാർ എല്ലാരോടും ഓക്കെ, മെറ്റാഫർ. ക്ലിയർ അല്ല. ഒരു കാര്യങ്ങളെ നമുക്ക് നോക്കാം. സിമിലി കണ്ടോ? കമ്പയർ ടു എൻറ്റിറ്റീസ് യൂസിങ് ലൈക്ക് ആൻഡ് ആസ്. ലൈക്കും ആസും യൂസ് ചെയ്തുകൊണ്ട് ഒരു സംഭവത്തെ കമ്പയർ ചെയ്യാം. യു കെയിം ഇൻ ലൈക്ക് എ ബ്രീത്ത് ഓഫ് ഫ്രഷ് എയർ. കണ്ടോ? യു വന്നു ഇൻ ലൈക്ക്, പോലെയാണ് ഇജ് വന്നത്. എ ബ്രീത്ത്, ഒരു ശ്വാസം പോലെ. ഫ്രഷ് എയർ, ഇജ് നല്ലൊരു ശ്വാസം തന്നിട്ട് പോലെ. ഒരു നല്ലൊരു ബ്രീത്ത് എനിക്ക്, നല്ലൊരു ശ്വാസം എനിക്ക് തന്നു എന്നുള്ളത് പോലെയാണ് ഇജ് വരുന്നത്. പക്ഷേ ഇത് നോക്കി, ഈ ഒരു സംഭവം നോക്കി, മെറ്റാഫറിന്റെ സംഭവം നോക്കി. യു ആർ എ ബ്രീത്ത് ഓഫ് ഫ്രഷ് എയർ. ഈ എന്താണ്? കണ്ടോ? ഇത് നേരെ തല തിരിച്ചു. ഈ സംഭവത്തിന് നേരെ അങ്ങോട്ട് തല തിരിച്ചു. ഒരേ സെന്റൻസ് ആണ്. ഈ സെന്റൻസിന്റെ അതേ അപ്പുറം കിടക്കുന്നത് ഒരേ അർത്ഥം തന്നെയാണ്. നോക്കി, യു ആർ എ ബ്രീത്ത്, ഈ ഒരു ശ്വാസമാണ് കേട്ടോ. ഓ ഫ്രഷ് എയർ, ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ലൊരു ഫ്രഷ് എയറിന്റെ ഒരു ശ്വാസം എനിക്ക് തരുന്ന ഒരു ബ്രീത്ത് ആണ്, ശ്വാസം തന്നെയാണ് കേട്ടോ. ഒരു മാറ്റം അല്ലെങ്കിൽ നല്ലൊരു ആളാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഇതാണ് കണ്ടോ, ഒരേ സെന്റൻസ് ഒരേ അർത്ഥം വരുന്ന കാര്യം കുറച്ചുകൂടി പവർ കൂട്ടിയിട്ട് മെറ്റാഫറിൽ പറഞ്ഞു. ഒരു കമ്പയർ ചെയ്തുകൊണ്ട് ഏതിൽ പറഞ്ഞു? സിമിലിയിലും പറഞ്ഞു. ഇതിനാണ് എന്ത് എന്ന് പറയാം, സിമിലിയും മെറ്റാഫറും തമ്മിലുള്ള വ്യത്യാസം. സിമിലിയും മെറ്റാഫറും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, സിമിലി ആണെങ്കിൽ ലൈക്കും ആസും, ആ ലൈക്കും ആസും ഏത് സെന്റൻസിലാണോ വരുന്നത് ആ സെന്റൻസ് സിമിലിയാണ്. അത് നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾ കൺഫ്യൂഷൻ വെക്കണ്ട. ആ സെന്റൻസ് സിമിലിയാണ്. ലൈക്ക് കണ്ടാൽ പിന്നെ ആ സെന്റൻസ് സിമിലിയാണ്. പക്ഷേ ലൈക്കിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഇഷ്ടം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്.
ആ അർത്ഥത്തിന്റെ ബേസിലാണ് ഒരു സെന്റൻസ് അവിടെ എഴുതിയിരിക്കണമെങ്കിൽ അപ്പൊ നിങ്ങൾ കുടുങ്ങും. അപ്പൊ നിങ്ങൾ കുടുങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കുട്ടികളെ. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ തന്ന സെയിം നോട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ തന്ന സെയിം നോട്ടിൽ തന്നെ ഈ സംഭവങ്ങളുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കുക കേട്ടോ. ഇതാണ് സിമിലിയും മെറ്റാഫറും. അപ്പോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ. താങ്ക് യു സർ.